മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ക്ഷമ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല ശീലങ്ങളിലൊന്നാണ്. ഏതൊരു ഹൃദയത്തിനാണോ ആ മഹത്തായിട്ടുള്ളൊരു കഴിവുള്ളത്, ആ ഹൃദയത്തിൻ്റെ ഉടമ ഒരിക്കലും പരാജയപ്പെടില്ല. അപ്പോൾ ഇന്നത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാനിൽ നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ്. ക്ഷമ എന്ന രണ്ടക്ഷരം. അല്ലെ, ആള് രണ്ടക്ഷരമുള്ളെങ്കിലും നിസ്സാരക്കാരനാണ്, കുഞ്ഞനാണെന്നുണ്ടെങ്കിലും ക്ഷമ ചെയ്യുന്ന ഗുണം നമ്മുടെയൊക്കെ ലൈഫിൽ മറ്റൊന്നിനും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ലൈഫിൽ നമ്മൾ ഏവരും പഠിച്ചിരിക്കേണ്ട നല്ല ക്വാളിറ്റീസിൽ അല്ലെങ്കിൽ നല്ല ശീലങ്ങളിൽ ഏറ്റവും ലെവൽ 1 നിൽക്കുന്നൊരു വ്യക്തിയാണ് ക്ഷമ എന്ന് ഞാൻ പറയും. പേഷ്യൻസ്. അല്ലേ, എന്ത് കാര്യങ്ങളും നമുക്കൊന്ന് ക്ഷമിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ മാറി മറിയും. കറക്റ്റല്ലേ? നമ്മളൊന്ന് ആലോചിക്കും, ചുമ്മാതെ എന്തിനും ഏതിനും ചാടിക്കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ജീവിതം വല്ലാണ്ട് നഷ്ടപ്പെട്ടു പോകും കയ്യിൽ നിന്ന്. അല്ലേ, നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട്, ഏറ്റവും ചങ്ക് സുഹൃത്താണ്, ആ സുഹൃത്തുമായിട്ട് എന്തോ നിസ്സാര കാര്യത്തിന് ഉടക്കുണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. അതേസമയം ക്ഷമ എന്നൊരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ആ ഒരു ക്ഷമ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഹൃദയത്തിനാണോ, ആ ഹൃദയത്തിൻ്റെത് മഹത്തായ ഹൃദയമാണെന്നും അയാൾക്ക് അത്രയും വലിയൊരു കഴിവുണ്ടെന്നും പറയാൻ സാധിക്കും. അതുപോലെ ആ ഹൃദയത്തിൻ്റെ ഉടമ ഒരിക്കലും ഒരിടത്തും പരാജയപ്പെടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ക്ഷമ എപ്പോഴും ഒരു പറയാറുണ്ട്, ക്ഷമ എപ്പോഴും ആട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യുന്നതൊക്കെ നമ്മൾ കോമഡി ആയിട്ടൊക്കെ പറയാറുണ്ടല്ലേ. പക്ഷേ അത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും ഒക്കെയുള്ള കഴിവ് മനുഷ്യനുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്നത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മധുര നാരങ്ങയിൽ ഞാൻ വിട പറയുകയാണ്. വീണ്ടും നമ്മൾ അടുത്ത എപ്പിസോഡുമായി കേട്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ മാത്രം കൊണ്ടുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ. RJ അരുണിനൊപ്പം റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.